പ്രിയ സഹോദരങ്ങളെ, ഞാൻ പല പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇവർ രണ്ട് കൂട്ടരും ഒരു കൈയാണ്. ഒരേ രീതിയിലാണ് അവരുടെ പ്രവർത്തനം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒന്ന് ആത്മീയമായിട്ടും രണ്ട് ഭൗതികമായിട്ടും മനുഷ്യരെ, പൊതുജനങ്ങളെ സഹായിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവരാണ്. എന്നാൽ ഈ രണ്ട് കൂട്ടരും പൊതുജനങ്ങളുടെ രക്തം കുടിച്ച് വീർക്കുന്ന കൊളയട്ടകളാണ്. ഈ രണ്ട് കൂട്ടരും ചുമ്മാതിരുന്ന് വയറ് നിറഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. പിന്നെ ഇരിക്കാനൊക്കത്തില്ല. പിന്നെ ആരെങ്കിലും മണ്ടയ്ക്ക് കയറണം. ഇപ്പോൾ കോട്ടയം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ ദിയസ്കോറോസ്, അദ്ദേഹത്തിനൊരസുഖം. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാനാണ്. അത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മുമ്പ് ഞാൻ പറയാം, ഓർത്തഡോക്സ് സഭ നല്ല സഭ. കാരണം ഓർത്തഡോക്സ് സഭ എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ സഭ കള്ളന്മാരെ, കൊലപാതകികളെ, വ്യഭിചാരികളെ, മദ്യപാനികളെ, സ്വർഗഭോഗികളെ ആയ മെത്രാന്മാരെയും പുരോഹിതന്മാരെയും സംരക്ഷിക്കുന്ന സഭയാണ്. അവരെ ഒന്നും തടയാനൊക്കത്തില്ല ഈ തലപ്പത്തിരിക്കുന്നവർക്ക്. കാരണം അവരെ തടഞ്ഞാൽ ഇവരുടെ സീക്രട്ട് പൊളിയും, ഇവർക്ക് കസേര പോകും. അതുകൊണ്ട് ഇവരെ തടയത്തില്ല. അവരെ നല്ല വിധത്തിൽ പരിപാലിച്ചു പോരുന്നു. അതിന് ഉദാഹരണമാണ് CPM ഭരണത്തിൽ വന്നപ്പോൾ എല്ലാ ജയിലുകളിലും മട്ടൻ വിളമ്പാൻ തുടങ്ങി. നിങ്ങൾ പല പ്രാവശ്യം പലതും കണ്ടതാണ്. ഒരു ദിവസം ഒരു ജയിൽ പുള്ളിക്ക് മട്ടൻ കൊടുത്ത് കുറഞ്ഞിട്ട് അവനെ പാത്രം എടുത്തെറിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ അവന് പ്രശ്നമൊന്നുമില്ല. ജയിൽ മട്ടൻ വിളമ്പുന്നു. സാധാരണക്കാരൻ ഒരു ദിവസം ഒരു ദിവസമല്ല, ഒരു മാസം മട്ടൻ മേടിക്കാൻ പ്രയാസമാണ്. ആ സ്ഥാനത്ത് ഇവർക്ക് മട്ടൻ വിളമ്പുന്നു. അവന് ജയിലിൽ കൊല ചെയ്തേച്ചോ മോട്ടിച്ചേച്ചോ എന്ത് ചെയ്തിട്ടും ജയിലിൽ പോയാൽ പോരെ, അവിടെ സുഖവാസമാണ്. അവനൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ജയിലിൽ. പോട്ടെ, അതൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തഡോക്സ് സഭയിൽ സഭയുടെ തലപ്പത്തിരിക്കുന്ന ആരെന്നറിയാമല്ലോ? മത്തായി 3 അവൻ ആരാന്നറിയാമല്ലോ? അത്തനാസ്യോസിൻ്റെ കൊലപാതകത്തിലെ 1ാമത്തെ പ്രതിയാണ്. അതിനെക്കുറിച്ച് പറയുന്നില്ല, പോട്ടെ. ഈ ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാരും പുരോഹിതന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ സൈഡാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ അത് നേരത്തെ കണ്ടു. നിലയ്ക്കൽ ഒരു പുരോഹിതൻ BJP അംഗത്വം എടുത്തു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ചില വൈദികർ YMCA പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ആത്മീയ പ്രവർത്തനത്തിനകത്ത് ഇറങ്ങിയിട്ട് ഇവർ ചെയ്യുന്ന പണി. കാരണം അവർക്ക് പ്രശ്നമൊന്നുമില്ല. മാസം അവർക്ക് കിട്ടാനുള്ള ശമ്പളം കിട്ടും. പിന്നെ വിശ്വാസികളുമുള്ള കിമ്പളവും കിട്ടും. പിന്നെന്തിന് YMCAയിലോ BJPയിലോ CPMലോ കോൺഗ്രസ്സിലോ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചാരിറ്റി കമ്പനി ആണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വർക്കിംഗ് കഴിഞ്ഞ് എത്ര വോട്ട് കിട്ടിയത് വരെ ഈ ദിയസ്കോറസിന് അറിയാം. മനസ്സിലായോ? ഇവരെ എന്തിൻ്റെ ആത്മീയ നേതാക്കളാണ്? ഇവരോട് ഞാൻ ബൈബിളിലെ ചില കാര്യങ്ങൾ ചോദിക്കാം. ഈ ദിയസ്കോറസ് ഈ കുപ്പായ തൊഴിലാളിക്ക് പറയാമോ എന്ന് ഇവന് ഈ വീഡിയോ കാണുക ഞാൻ പറയട്ടെ. ഞാൻ ചോദിക്കാം. അവർ തുടങ്ങട്ടെ, പറയത്തില്ല. അവർക്കും ഇതല്ല ചിന്ത. ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. മക്കളെ, ഇന്ന് മെയ് അനങ്ങാതെ ജീവിക്കണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. അല്പം കാശ് കിട്ടിയാൽ എനിക്ക് ഏറ്റവും സുഖജീവിതം നയിക്കണമെന്നുള്ളതാണ് ഉദ്ദേശം. ഇതൊക്കെ നമ്മൾ സുഖവും സന്തോഷവും തേടി പോകുമ്പോൾ ഒന്ന് ഓർത്തോണം, നമുക്ക് ഒന്ന് നഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സിൽ സുഖവും സന്തോഷവും എന്നുള്ള ചിന്തയാണ്. നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ട ആൾ അവിടെ ഇല്ലാതെ പോകുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം കാലം മാറി. നമ്മൾ ഇനി ഒരുപാട് കാണും.
ദിയസ്കോറോസിന് എന്തോ ഇതിൻ്റെ അസുഖം ഉണ്ടായിട്ടാ ചാണ്ടിയുമ്മനെ തഴഞ്ഞു, വർക്കിയെ തഴഞ്ഞു, ഇത്ര വോട്ട് കിട്ടിയവനെ ഇതാക്കി എന്നൊക്കെ ഇത് അന്വേഷിക്കാൻ പോയി കാര്യം ഇവരിൻ്റെ ജോലി ഇതാണോ? ആടുകളുടെ ഇടയന്മാരെന്നായി ഈ യുവന്മാർ സ്വയമേ വിശേഷിപ്പിക്കുന്നത്. യുവന്മാര് ഞാൻ പറഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, പൊന്മുടിയിൽ സെറാഫിയും അവൻ്റെ ഒരു 30 പുരോഹിതന്മാരും കൂടെ പോയിരിക്കുക പൊന്മുടിയിൽ. അപ്പോൾ ഇടയന്മാർക്ക് പോവാം. അപ്പോൾ അവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ പോയതിന് തെറ്റില്ല, കാരണം യേശു ജനിച്ചപ്പോൾ ആടുകളെ ഇട്ട ഇടയന്മാർ യേശുവിനെ കാണാൻ പോയത്. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ മക്കളെ. ദൈവവിശ്വാസികളെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ടോ മറ്റത് ചെയ്തിട്ടോ കാര്യമില്ല. അതല്ല, നമ്മുടെ ഹൃദയവിശുദ്ധമായിക്കൊണ്ട് അവിടെ നമ്മൾ നല്ല സമ്പന്നക്കാരനാകണം. അല്ല എങ്കിൽ മക്കളെ നമ്മൾ എല്ലാവരും അനുഭവിക്കും.